വെൽക്കം 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 10 നിമിഷത്തില് മാൻകറി ബിരിയാണി റെഡി. അതുവരെയ്ക്ക് ഒരു ഷോ ഓട്ടിയാ ഷോട്ടില്ല അവിടെ ഓട്ടാ ആന്തരിക നമസ്കാരം. അത് ശരി, അത്തില്ലായിരുന്നോ? ഇല്ല, അങ്ങനെ പെട്ടെന്നൊന്ന് പൊട്ടിപ്പോണ്ടാന്ന് ഡിങ്കബോധി തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ. പക്ഷെ കുറച്ച് നാളൊന്ന് ഒളിവി പോകേണ്ടി വന്നു. UGC നെറ്റിന്റെ ഇംഗ്ലീഷ് എക്സാം ഉണ്ടായിരുന്നേ. ഇംഗ്ലീഷ് എക്സാം ആയതുകൊണ്ട് തന്നെ അണ്ടിപ്പരിപ്പ് കമ്പനികളുടെ ക്രോണോളജി തൊട്ട് ആയുർവേദ പരിപ്രവർത്തനങ്ങൾ വരെ, കുമ്മട്ടിക്ക ജ്യൂസിന്റെ കുരു തൊട്ട് അന്റാർട്ടിക്കയിൽ വളരുന്ന ചെടി വരെ എല്ലാത്തിനെയും പറ്റി അവർ ചോദിച്ചു, ഇംഗ്ലീഷ് ഒഴിച്ച്. അതിനിപ്പോൾ റിസൾട്ട് വരുമ്പോൾ അറിയാം എന്തായെന്ന്. പക്ഷേ ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ ഈ സിനിമയും പരീക്ഷയൊക്കെ ഒരേ ബ്രാൻഡാണ്. ഇടയ്ക്കൊക്കെ എനിക്ക് തന്നെ ഒരു ചെറിയ കൺഫ്യൂഷൻ വരുമെന്നേ. இதுவும் உங்களுக்கு ஒரே பிராண்டு. அதுல உங்களுக்கு கொஞ்சம் கன்ஃபியூஸ் ஆயிருச்சு. ஆமாண்ணே. ஏண்டா கொஞ்சமாவது മനസാட்சிയോட தான் பேசுறியா? இதுல என்ன லாஜிக் இருக்கு? അതിലെ ലോജിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടിലും വലിയ പ്രതീക്ഷ വയ്ക്കും. നമ്മുടെ പ്രതീക്ഷയ്ക്ക് ഒത്തു വന്നില്ലെങ്കിൽ അത് ഉണ്ടാക്കിയവനെ തെറി വിളിക്കും. സൂപ്പർ ആണെങ്കിൽ സന്തോഷിക്കും. പക്ഷെ ഇത് രണ്ടും അല്ല, ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു റിയാക്ഷൻ കൂടെ ഉണ്ട്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. പടം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. ശരിയാ, ഇതെന്താ ഇങ്ങനെ? അതിപ്പോ കുഴപ്പമില്ലാത്തോണ്ടായിരിക്കുമല്ലോ കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. ബാക്കിയുള്ളവനെ കൂടെ മണ്ടനാക്കാൻ വേണ്ടി. പക്ഷെ നമ്മൾ ഈ സ്പെക്ട്രത്തിൽ അടിപൊളിയായിട്ടുള്ള പടങ്ങളും എടുക്കുന്നില്ല, കുഴപ്പമില്ലാത്ത പടങ്ങളും എടുക്കാറില്ല. നമ്മൾ എടുക്കുന്നതൊക്കെ പടച്ചു വിട്ടാൽ പോലും പകച്ചു പോകുന്ന രീതിയിലുള്ള കൾട്ട് ക്ലാസിക്കുകളാണ്. ഇതേപോലുള്ള കൾട്ട് ക്ലാസിക്കുകളുണ്ട്. നമ്മൾ കെട്ടിപ്പടുത്തൊരു യൂണിവേഴ്സ് ഉണ്ട്. ആ യൂണിവേഴ്സിൽ നമുക്ക് മാത്രം പേറ്റൻ്റുള്ള കുറേ സ്റ്റാറുകളും ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അറിയാലോ, സൂപ്പർ സ്റ്റാർ ആയാലും മെഗാ സ്റ്റാർ ആയാലും പടത്തിൽ കൂട്ടിയിടിക്കുന്ന ലെവൽ ക്യാമിയോ ആണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ യൂണിവേഴ്സിൽ ഒരു ക്യാമിയോ ഇറക്കുന്നു. The single lion. 50 വർഷമായിട്ട് സിനിമയിൽ ഉള്ളതുകൊണ്ട് തന്നെ 100% ഒറിജിനാലിറ്റി ഉള്ള വിഗുകൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഇദ്ദേഹത്തിന്റെ കഴിവ് അദ്ദേഹത്തിന്റെ സിനിമകളിൽ പൊതുവെ കാണാറില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ബാലയ്യ സിനിമകളെക്കാൾ വലിയ ദുരന്തമൊന്നും ഇനി വരാനില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് കോവിഡ് വന്നത്. കോവിഡ് വന്ന നാട് മുഴുവൻ മണ്ട മറിഞ്ഞിരിക്കുന്ന സമയത്ത് അണ്ടകടാഹം മറിയുന്ന ട്രാൻസ്ഫോർമേഷൻ നടത്തിയത് ബാലയ്യായിരുന്നു. ഏത് ലെവൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാലയ്യ അല്ലേ, ബോധമില്ല പൊക്കണമല്ലേ എന്ന് പറഞ്ഞ് കോവിഡിന് ശേഷം ബാലയ്യ എടുത്ത് അലക്കിയവനെയൊക്കെ നാട്ടുകാരെടുത്തിട്ട് അലക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. മാനം വരെയൊക്കെ നല്ല പടങ്ങൾ ചെയ്ത് ജീവിച്ചു പോയിക്കൊണ്ടിരുന്ന സൂര്യാണെന്നെ നെക്സ്റ്റ് ലെവലിൽ എത്തിക്കാന്ന് പറഞ്ഞ് ലിംഗോണം വിളിച്ചു വരുത്തി 5-ാം വിളമ്പി പോലെ ബാലയെ കൈവിട്ട് പോകുന്നത് സഹിക്കാനാവാത്ത ബോയ്പാട്ടുകാരു ആർഷഭാരത സംസ്കാരത്തെ സംരക്ഷിക്കാൻ നമ്മളല്ലാതെ വേറെ ആരുമില്ല കാര്യം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഒരു മംഗോളിയൻ ഗർഭങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ക്ഷണിച്ചു. പിന്നെ നേരത്തെ 3 പടം ചെയ്ത എല്ലാം ഹിറ്റ് ആയതുകൊണ്ട് തന്നെ ബാലയെ അങ്ങേരെ അങ്ങ് വിശ്വസിച്ചു. പിന്നെ നിങ്ങൾക്ക് ആ പഴഞ്ഞൊല്ലറിയാലോ, 3-ൽ മൂഞ്ചി ഇല്ലെങ്കിൽ ഭാഗ്യം, 4-ൽ മൂഞ്ചി ഇല്ലെങ്കിലേ ഉള്ള അത്ഭുതം. മൂഞ്ചി, അതുകൊണ്ട് നോ അത്ഭുതം. Both are not same. അതായത് 2021 ബോയ്പാട്ടുകാർ ബാലയെ വെച്ച് അഖണ്ഡ എന്നൊരു കാവ്യം രചിക്കുന്നു. 2 ട്വിൻസ്. അതിനകത്ത് ഒരുത്തൻ 50 വയസ്സ്, വേറൊരുത്തൻ 60 വയസ്സ്. പക്ഷെ അവരുടെ അമ്മയ്ക്ക് 55 വയസ്സ്. കെട്ടിയാടുന്ന കോപ്രായത്തിനിടയ്ക്ക് പ്രായത്തിനൊക്കെ എന്ത് വില. പക്ഷേ കോവിഡ് കാരണം പൂട്ടിക്കിടന്ന തിയേറ്ററുകളെ രക്ഷിക്കാമെന്ന ബാലയ്യക്ക് ജയ് എന്ന് പറഞ്ഞ് തിയേറ്റർ ഓണേഴ്സ് നാക്ക് വായിലോട്ടിട്ടില്ല. അതിനിടയ്ക്ക് അവരുടെ ക്ലാവ് പിടിച്ചിരിക്കുന്ന സ്പീക്കറുകളുടെയൊക്കെ സ്പാൻഡക്സ് അടിച്ചിളക്കി നമ്മുടെ തമൻകാരും. പക്ഷെ പടം 1 ഹിറ്റ്. സ്പീക്കർ അടിച്ചു പോയ തിയേറ്ററുകാരും ചെവി അടിച്ചു പോയ സാധാരണക്കാരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. പക്ഷെ അഖണ്ഡയ്ക്ക് ശേഷം ബാലയ്യ വൻ സെറ്റപ്പായി. വീരസിംഹ റെഡ്ഡി, ഭഗവൻ കേസരി, ദാക്കു മഹാരാജ് എന്നൊക്കെ പറഞ്ഞ് ഒന്നിന് പുറകെ ഒന്നായിട്ട് കണ്ടിന്യൂസ് ഹിറ്റുകൾ. പക്ഷേ എപ്പോഴും നമ്മൾ നന്നാവുമ്പോൾ അത് സഹിക്കാത്ത കണ്ണടി ഉണ്ടാകുന്ന ഒരു മണി ചെയിൻ നൻപൻ നമുക്ക് കാണുമല്ലോ. അവൻ നൈസായിട്ട് അടുത്ത് വന്നിട്ട് പഴയ കഥയൊക്കെ പറഞ്ഞിട്ട് 1 വെച്ചാൽ 10, 10 വെച്ചാൽ 100 എന്ന് പറഞ്ഞ് നമ്മളേതെങ്കിലും സ്കീമിൽ കൊണ്ടുവന്ന് അങ്ങനെ ഇടും. അങ്ങനെ അതേപോലെ കഴിഞ്ഞ തവണ 100 കോടി അടിച്ചില്ലേ, ഇത്തവണ 500 കോടി അടിക്കാമെന്ന് പറഞ്ഞ് കാവ്യയുടെ മഹത്വം വിളിച്ചോതാനായി ബാലയ്യ വിളിച്ചു വരുത്തി കൊടുത്ത ആറ്റം പണിയുടെ പേരാണ് അഖണ്ഡ 2. അപ്പോൾ പണം തുടങ്ങുമ്പോൾ കഴിഞ്ഞ പടത്തിൽ ബാലയെ കാണിച്ച ലെവലോളിക്ക് തരത്തിനൊക്കെ ഉത്തരം പറയുകയാണ് ഈ മാമൻ. ബാറ്റയുടെ ചെരുപ്പ് വിട്ട് സ്വർണ്ണത്തിന്റെ ശൂലം വെച്ച് കണ്ണി കാണുന്നവനൊക്കെ കുത്തിക്കൊണ്ട് നടക്കാൻ ലെവന്റെ തന്തയുടെ രാജ്യമല്ല ഇതെന്നും ശൂലം കുത്തി ഉടനെ അറസ്റ്റ് ചെയ്യണമെന്ന് ഈ മാഡം പറയും. പക്ഷേ മാമൻ അതിൽ വലിയ താല്പര്യമൊന്നുമില്ല. നിന്നാലും ഇരുന്നാലും കുനിഞ്ഞാലും കുമ്പിട്ടാലും ഭഗവാൻ താണ്ട, അതുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ എൻ്റെ പട്ടി വരുമെന്ന് മാമൻ പറയും. അതിനങ്ങേർക്കൊരു കാരണമുണ്ട്. അതായത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശൂലം കുത്തി ആവശ്യം വന്നു കഴിഞ്ഞാൽ സ്വന്തം തന്തയാണെങ്കിൽ പോലും കുന്തം കൊണ്ട് കുത്തും. പക്ഷെ അനാവശ്യമായിട്ട് ഒരു ഉറുമ്പിനെ പോലും നോവിക്കില്ല. അപ്പം നമ്മൾ വിചാരിക്കുക അത് ചുമ്മാ ഭംഗിക്ക് പറഞ്ഞാണെന്ന്. പക്ഷെ അല്ല, ശരിക്കും അങ്ങനെയാണ്. അവിടെ ഇരിക്കരുത്, എന്താ മൂട്ടയുണ്ടോ? അല്ല, ഉറുമ്പുണ്ട്. ഉറുമ്പിനെ പോലും നോവിക്കില്ല എന്ന് കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഒരുത്തനെ നേരിട്ട് കണ്ടപ്പോൾ മാമൻ അങ്ങ് ഫാനായി. അതുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ നിർബന്ധിച്ചപ്പോൾ റിസൈൻ ചെയ്യുന്നതാണ് ബെറ്റർ എന്ന് അങ്ങേര് തന്നെ ഇങ്ങോട്ട് പറയും. താനൊക്കെ അല്ലെങ്കിൽ റിസൈൻ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ബോർഡർ ലൈൻ വട്ടനായതുകൊണ്ട് തന്നെ സൈക്കോളജിക്കലി വേണം ഡീൽ ചെയ്യാനെന്ന് മനസ്സിലാക്കിയ നമ്മുടെ മാഡം ചോദിക്കും, നിങ്ങളുടെ ഭഗവാൻ ഇപ്പോൾ എവിടെ ഉണ്ടെന്ന്. അതെ, മുകളിൽ അങ്ങ് കൈലാസത്ത്. കുറച്ച് പച്ച, കുറച്ച് മഞ്ഞ്, കുറച്ച് ഹിമാലയ, പിന്നെ കുറേ ബാലയ. ഇതാണ് നമ്മുടെ കൈലാസം.
അങ്ങനെ എല്ലാ ദിവസവും പോലെ -20 ഡിഗ്രി വെള്ളത്തിൽ കുളിയും പാസ്സാക്കി BP കുറയ്ക്കാനുള്ള വാക്കും കഴിഞ്ഞ് ഓഫീസിൽ ചെന്നപ്പോൾ അവിടെ ബാലയേക്കാൾ പ്രായമുള്ള ഒരു കാളയും വേറെ കുറെ കളവന്മാരും കൂടി ഇരുന്ന് ഹോമം ചെയ്യുകയാണ്. അവർ ബാലയോട് പറയും, മോനെ ശൂലം, നിന്റെ ഇതുവരെയുള്ള പെർഫോമൻസിൽ കമ്പനി വളരെ സാറ്റിസ്ഫൈഡ് ആണെന്ന്. അപ്പോൾ ഈ ഡെസ്ക് ജോബിൽ നിന്ന് ഇപ്പോൾ ഓൺ സൈറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ബാലയുടെ ഫാന്റസികളെല്ലാം തലവഴി കമത്തിക്കൊണ്ട് അവന്മാർ പറയും, കലിയുഗമാണ് വരുന്നത്, അതുകൊണ്ട് നീ കുറച്ചുകൂടെ ഒന്ന് സ്കിൽഡ് ആവണമെന്ന്. പേപ്പർ ഇടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ യവന്മാരെ വെരിഫിക്കേഷൻ വിളിക്കുമ്പോൾ പണി തരുമെന്ന് അറിയാവുന്നതുകൊണ്ട് ബാലയെ പറയും എന്ത് നാടോണി നൃത്തം വേണമെങ്കിലും കാണിക്കാമെന്ന്. അപ്പോൾ അത് കേട്ട് സന്തോഷിച്ച കിളവൻ പറയും, മന്ത്രമായാലും തന്ത്രമായാലും അസ്ത്രമായാലും ശാസ്ത്രമായാലും എല്ലാം നീ പറയുന്ന പോലെ കുനിഞ്ഞു നിൽക്കുന്നവരെ ഒരേ നിൽപ്പ് നിന്നോളാൻ. താങ്ക്സ് ഡപ്പുണ്ടേ. അങ്ങനെ ബാലയെ ആദ്യം വെള്ളത്തിൽ കുളിക്കും, പിന്നെ പാലിൽ കുളിക്കും, പിന്നെ ഭസ്മത്തിൽ കുളിക്കും, എന്നിട്ട് പോയി കയ്യും പൊക്കി കാലും കളത്തി ഒരേ നിപ്പ് നിൽക്കും. അങ്ങനെ നിന്ന് ബാലയ്യ ഹാർഡാവും. ഐസ് ഹാർഡ്. ആരാണ് ചോദിച്ചത്? ഏത് നിക്കണ കണ്ടില്ലേ? അത് വാഴയാമത്താച്ചേട്ടാ. വാഴയാണെങ്കിൽ എന്താ? വാ തുറന്ന് പറഞ്ഞൂടെ? മനുഷ്യനല്ലേ ചോദിക്കണത്? അങ്ങനെ ശൂലംകുത്തി ബാലയ്യ ലോക സമാധാനത്തിന് വേണ്ടി ഐസായെങ്കിലും നാട്ടിലെങ്ങും പ്രശ്നങ്ങൾ തുടർന്നു. അങ്ങനെ ഒരു പ്രശ്നമാണ് അങ്ങ് ടിബറ്റിൽ നടന്നത്. അവിടെ കണ്ടാൽ തന്നെ ടിബറ്റ് ലുക്കുള്ള ഈ സ്വാമി പച്ചവെള്ളം പോലെ തെലുങ്ക് പറയുന്ന ടിബറ്റുകാർക്ക് ഗീതോപദേശം ബുദ്ധോപദേശം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കോട്ടിട്ട ഒരു തെലുങ്ക് ടിബറ്റുകാരൻ വന്ന് എല്ലാവരും വെടിവെച്ച് കൊന്നിട്ട് സ്വാമിയും വായി തോന്നിയ ഏതാണ്ടൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് പോകും. അല്ല, എന്നാലും വന്ന പാടെ ഇയാൾ എന്തിനാ ഇത്രയും പേരെ നിരത്തി പിടിച്ച് കാച്ചെന്നുള്ളൊരു ഡൗട്ട് എനിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അങ്ങേര് പറയുക, അങ്ങേരെ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് ഇതിനകത്ത് ഇയാള് ഒരു കത്ത് എഴുതിയെന്ന്. അല്ലണ്ണ, എന്നാ പിന്നെ അയാളെ മാത്രം കൊന്നാ പോരെ, എന്തിനാ ഇത്രയും പേരെ കൊല്ലുന്നേ? விசாரிச்சு பார்த்து உண்மையை கண்டுபிடிக்கிறது யாரு? சிபிசி ஐடியா. யார் மேல எல்லாம் டவுட் எல்லாரையும் போட வேண்டியதானே. എന്തായാലും നമ്മുടെ മിലിറ്ററി മേജർ വെടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് ആർമി ബേസിൽ വരുമ്പോഴത്തേക്കും വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ അങ്ങേരുടെ മോൻ സോൾജർ കിടക്കുന്നു. അത് കണ്ട് ഇമോഷണലായ മേജറിനോട് ഒരു പട്ടാളക്കാരൻ പറയും, യുവർ സൺ വാസ് എ ബ്രേവ് സോൾജർ. അത് കേട്ടപ്പോൾ കുറച്ച് ഗുമ്മായോണ്ടാണെന്ന് തോന്നുന്നു. നമ്മുടെ മേജർ ചോദിക്കും, എത്ര പേരെ കൊന്നിട്ടാ എന്റെ മോൻ മരിച്ചത്? എത്ര പേരോ? പേരൊന്നും കാണാൻ സമയം കിട്ടില്ല. അതിന് മുമ്പ് അമ്മ ഇടിയല്ലേ ചങ്കിരിട്ട് കിട്ടിയത്. പിന്നെ കുറ്റം പറഞ്ഞോ, ഒറ്റ ഇടിക്ക് തന്നെ ചത്തു കൊടുത്തു. മോൻ കണ്ടവന്റെ ഇടി കൊണ്ട് കാറ്റ് പോയി കിടക്കുമ്പോഴാണ് കാറ്റ് താടുന്ന ഇന്ത്യൻ പതാക അങ്ങേര് കാണുന്നത്. ട്രാൻസ്ലായ മേജർ പറയും, അവരുടെ പതാക ചിരിക്കുന്നു, അതിനെ കരയിപ്പിക്കണമെന്ന്. ബോധമുള്ളവന്മാരാണെങ്കിൽ പറയും, മേജർ സാർ നീങ്ക വന്ന് പൈത്ത് നല്ല ഡോക്ടറെ പോയി പറഞ്ഞു. പക്ഷേ ഈ യൂണിവേഴ്സിലെ എല്ലാവരും മട്ടന്മാരായതുകൊണ്ട് കേട്ട് നിന്നവൻ പറയും, അങ്ങനെ എന്തെങ്കിലും ഒരു പണി ഇന്ത്യക്ക് കൊടുക്കണമെങ്കിൽ നിങ്ങൾ എക്സ് മിലിറ്ററി ചീഫ് ചാങ്ങിനെ പോയി കാണണമെന്ന്. അപ്പോൾ എന്താ, ഇന്ത്യക്കെതിരെ പണി കൊടുക്കാൻ പറ്റുന്ന ഒരാളെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഐൻസ്റ്റൈനെ പോലെ ഒരു അഗ്രഗണ്യനെ ആയിരിക്കുമല്ലോ ഉദ്ദേശിക്കുന്നത്. പക്ഷേ യൂണിവേഴ്സ് അറിഞ്ഞ് എണ്ണ തേച്ച് കഴിഞ്ഞാൽ പഴംപൊരിയല്ല പഴത്തൊലി വരെ പൊരിച്ചെടുക്കാമെന്ന് ബോയ്പാട്ടിക്കാരും നമുക്ക് കാണിച്ചു തരുന്നു. അങ്ങനെ കാല് കളത്തിയ പ്രതിമയ്ക്കും ചിരിക്കുന്ന പതാകയ്ക്കും ശേഷം ബോയ്പാട്ടിക്കാരും അവതരിപ്പിക്കുന്നു. തലയ്ക്ക് മുകളിൽ വ്യാളിയും തിണ്ണ നിറച്ച വെള്ളവും ഭിത്തി നിറച്ച ശ്ലോകവും ഉള്ള ഒരു റിസർച്ച് ലാബ്. മേജർ വരെ ഞെട്ടി. എന്താണ് ഇത് നിന്റെ അമ്മൂമ്മയുടെ പിന്നാലെ? അപ്പോൾ ഇദ്ദേഹം ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഇന്ത്യ അടിക്കാനായിട്ട് പോയിട്ട് പ്ലാച്ച് എന്ന് പറഞ്ഞ് അടിയും മേടിച്ച് തിരിച്ച് വന്ന ആളാണ്. അപ്പോൾ അന്ന് കിട്ടിയ അടിയുടെ ചൂട് ഉണങ്ങുന്നതിന് മുന്നേ തന്നെ 4 പിള്ളേരെയും വിളിച്ചെടുത്ത് മന്ത്രവും പറയിപ്പിച്ച് ഇന്ത്യയെ തർക്കാനുള്ള ഐഡിയ തരണേ ഭഗവാൻ എന്ന് പറഞ്ഞ് ഹോമം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം. അപ്പോൾ പക്ഷേ നമ്മുടെ മേജർ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മോനെ കൊന്ന ഇന്ത്യക്കാർക്കെതിരെ ഒരു പണി കൊടുക്കാനാണ്. കാരണം ഇന്ത്യക്കെതിരെ പണി കൊടുക്കാനുള്ള രേഖയൊന്നും ആരുടെയും കയ്യിലില്ല. പക്ഷെ ഭയക്കേണ്ട, അങ്ങനെ എല്ലാത്തിനുമുള്ള രേഖ നമ്മുടെ ചാങ് സാറിൻ്റെ കയ്യിലുണ്ട്. ആ രേഖ എന്റെ കയ്യിലുണ്ട്. ഇവന്മാരെ എല്ലാം കുടിയൊഴിപ്പിക്കാനുള്ള രേഖ എന്റെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് കാണണോ? കാണാം. ദേ കണ്ടോളൂ, ഇതാണ് ആ രേഖ, എന്റെ കയ്യിലുള്ള രേഖ. അപ്പോൾ നമ്മുടെ ചാങ് സാറിന് അന്ന് കിട്ടിയ അടിക്ക് ശേഷം കുത്തിയിരുന്ന് വായിച്ച ഭഗവത്ഗീതയിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും രാജ്യങ്ങൾ ഇന്ത്യ അറ്റാക്ക് ചെയ്തിട്ട് ഇന്ത്യ നശിക്കാത്തതിന്റെ കാരണം അവരുടെ ദൈവമാണ്. മനസ്സിലാക്കി കളഞ്ഞല്ല. അല്ല, അതും ബേസിക്കലി ഭഗവത്ഗീതയിലെ ദൈവം മാത്രമാണ്. അപ്പോൾ നമ്മുടെ മേജർ സാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ അടിക്കണമെങ്കിൽ ഇന്ത്യക്കാരുടെ ദൈവത്തിനെ അടിക്കണമെന്ന്. പിന്നെ വട്ടമാറ യൂണിവേഴ്സ് ആയതുകൊണ്ട് ദൈവത്തിനെ അടിക്കണം, കാക്കരപൂറി പറയണമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മറ്റേ മേജർ അങ്ങ് എക്സൈറ്റഡ് ആയി. അങ്ങനെ ക്യാമറ തിന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യക്കെതിരെ വരുന്ന വലിയ പ്രശ്നം ഇതാണെങ്കിൽ പിന്നെ ഇന്ത്യക്കകത്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അങ്ങനെ ഒരു പ്രശ്നത്തിലേക്കാണ് നമ്മൾ അടുത്തത് പോകുന്നത്. അതായത് പ്രൈം മിനിസ്റ്റർ എന്തോ ഡെവലപ്മെന്റ് പ്രോജക്റ്റിൽ അനൗൺസ് ചെയ്യാൻ പോകുന്ന ഒരു ഗ്രാമത്തിലെ അച്ചം പുച്ചം കഞ്ചാവ് കൃഷി 1 മണിക്കൂർ കൂടെയുള്ള പ്രസ് മീറ്റിന്. അതിന് മുന്നേ ആ ഏരിയ ക്ലീൻ ചെയ്യണം. 1 മണിക്കൂറിനുള്ളിൽ ഇത് ചെയ്യാൻ ഒരാളെ ഉള്ളൂ, അടുത്ത ബാലയ്യ. അങ്ങനെ ജീപ്പ് പറത്തി വരുന്നൊക്കെ പോട്ടെ, അതൊക്കെ സ്ഥിരം കത്തി. പക്ഷെ ഒരാവശ്യമില്ല, പൊന്തക്കാട്ടിലെ കഞ്ചാവ് വേട്ടയും ഏതോ നഴ്സറി പിള്ളേരുടെ ചവിട്ട് നാടകം കൂടി ഇന്റർകട്ട് ചെയ്യും. ശരി അണ്ണാ, നിങ്ങൾ സിംഗം തന്നെ. അണ്ണാ നിങ്ങൾ ഗോട്ട് தம்பி ഷബാ. എന്തായാലും കഞ്ചാവ് പിടിക്കാൻ ചെന്ന പറയാ കഞ്ചാവ് അടിച്ച പോലെ പറന്ന് നടന്നടിക്കും. പിന്നെ അങ്ങോട്ട് അക്ഷരശ്ലോക മത്സരമാണ്, മൾട്ടി ലാംഗ്വേജ് എഡിഷൻ. കഞ്ചാവി തൊട്ടാ കൈ വെട്ടു എന്ന് പറഞ്ഞവനെ കന്നഡയിൽ തെറി കളിക്കും, കൊന്നുകളയെന്ന് പറഞ്ഞവനെ തമിഴ് ഭീഷണിപ്പെടുത്തും, മാർദൂങ്ക എന്ന് പറഞ്ഞവന് ഹിന്ദിയിൽ ക്ലാസ് എടുക്കും. കഞ്ചാവിന്റെ ഒരു പവറേ. എന്നോട് പിടിച്ചിട്ടാ പാകർത്തുക്ക് ഊമ കുശുമ്പാനിട്ട് എത്ര ഭാഷ എത്ര മത്തളാ. അപ്പോൾ വന്തോമ കഞ്ചാവ് ക്ലീൻ പണ്ണോമ എന്നുള്ളൊരു മോഡൊന്നും അല്ല ബാലയ്ക്ക്. ഒഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവന്മാർ ദുസ്വപ്നത്തിൽ പോലും ഇനി കഞ്ചാവിനെ പറ്റി ഒരു ചിന്ത വരാൻ പാടില്ല. അങ്ങനെ അത്രയും ക്ലീൻ ആയിട്ട് വേണം ഒഴിപ്പിക്കാൻ. അതുകൊണ്ട് ബാലയ്യ സ്പീച്ച് അങ്ങ് തുടങ്ങും. അപ്പോഴേക്കും കഞ്ചാവ് ഓണേഴ്സൊക്കെ ആളെ വിടറ പുണ്ടേ മോഡായി, കൊളുത്തോ പൊളിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നുള്ളൊരു മോഡിലേക്ക് അവരെ തള്ളി വിടും. இனிமே சண்டை போடாம ஒத்துமையா இருக்கணும், இல்லனா ஐயா திருப்பி வருவாரு. ஐயோ இல்லண்ணே, சத்தியமா இல்லண்ணே.
ഇതുവരെ കണ്ടതിൽ ഇഷ്ടപ്പെടാനൊന്നും ഇല്ലെങ്കിൽ ഇനി കാണുന്നതിൽ വെറുക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. അതിൽ ആദ്യത്തെ നമ്മുടെ സംയുക്ത ചേച്ചി. വെറുപ്പീര് എന്നൊന്നും പറഞ്ഞ് ഞാൻ എന്നെ കുറച്ച് കാണിക്കാൻ ആഗ്രഹിക്കുന്നേ ഇല്ല. ഇത് ബന്ധം അതുക്കും മേലെ. ചേച്ചി നാഷണൽ റിസർച്ച് സെന്ററിലെ ഒരു സയന്റിസ്റ്റ് ആണ്. വീട് പണി എന്താണെന്ന് കോൺട്രാക്ടറെ വിളിച്ച് ചോദിക്കുന്നുള്ള റിസർച്ച് പ്രോജക്റ്റിന്റെ ലെവൽ എന്താണെന്ന് അറിയാനായിട്ട് കേന്ദ്രമന്ത്രികൾക്ക് ഫ്ലൈറ്റ് പിടിച്ച് നേരിട്ട് വന്ന് ചേച്ചിയെ കാണും. കഴിഞ്ഞ പടത്തിലെ നായികയ്ക്ക് മാല ഇട്ടുകൊണ്ട് ചേച്ചിയാണ് ഈ പടത്തിലെ നായിക. സയന്റിസ്റ്റ് ആണെന്ന് നോക്കണ്ട, വേണ്ടി വന്ന ഐറ്റം ഡാൻസ് വരെ ചേച്ചി കളിക്കും. എന്തൊരു ഒബ്ജക്ടിഫിക്കേഷൻ ആണിത്. എന്റെ ഗീത ചേച്ചി ഉണ്ടായിരുന്നു ഇപ്പൊ കാണാമായിരുന്നു. ശരി. അപ്പോൾ നമ്മുടെ സംയുക്ത ചേച്ചി ഒരു ബയോ ഷീൽഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഷീൽഡ് ഒരു ഷോട്ട് അടിച്ചു കഴിഞ്ഞാൽ പട്ടാളക്കാർക്ക് ചൂടും തണുപ്പും കാറ്റും മഴയും ഒന്നും അറിയാതെ പണിയെടുക്കാൻ പറ്റും അത്ര. പുതിയ ടൈപ്പ് കഞ്ചാവ് കണ്ടുപിടിക്കാനൊക്കെ ഗവൺമെന്റ് ഫണ്ടിങ്. പക്ഷേ ഈ പ്രോജക്റ്റ് ഹെഡ് ചെയ്യുന്നത് സംയുക്ത ചേച്ചിയാണെങ്കിൽ ഇതിന്റെ ഐഡിയ ഒക്കെ ബാലയ്യയുടെ മോളുടെയാണ്. ഇത്രയും ഗംഭീരമായ സൈക്ലഡിക് ഐഡിയ മോക്ക് എവിടുന്ന് കിട്ടി? రామాయణం నుంచి సార్. రామాయణం నుంచి సార్. എത്ര മോളുടെ IQ? 226. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു ഡൗട്ടും കൊണ്ടുണ്ട്. എങ്ങനെയായിരിക്കും മാന്ത്രികതയും മായാജാലവും ഒന്നുമില്ലാതെ രാവണൻ സീതയെ കൊണ്ടുപോയിട്ടുണ്ടാവും? ബോട്ടിലായിരിക്കും കൊണ്ടുപോയത്. 40 കിലോമീറ്റർ ബോട്ടില ലങ്കയിൽ 40 കിലോമീറ്റർ. അപ്പോൾ ഇതൊക്കെ ഇവിടെ നടക്കുമ്പോൾ നമ്മുടെ ചാങ് സാർ അദ്ദേഹത്തിന്റെ ആയുധം ഉപയോഗിക്കാൻ തീരുമാനിക്കുക. അദ്ദേഹത്തിന്റെ ആയുധം എന്താണെന്ന് വെച്ചാൽ ഗംഗയിൽ വൈറസ് കലക്കുക എന്നുള്ളതാണ്. അത് അങ്ങേര് ഈ മാമന്റെ സഹായത്തോടെ കലക്കുകയും ചെയ്യും. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മളെല്ലാവരും ചോദിക്കും, ഇതും ദൈവമൊക്കെ ആയിട്ട് എന്താണ് ബന്ധമെന്ന്. ദൈവത്തിനെ കാണാൻ പോയപ്പോഴാണല്ലോ വൈറസ് പിടിക്കുന്നത്. അപ്പോൾ ആളുകൾ ദൈവമില്ലെന്ന് വിശ്വസിക്കാൻ തുടങ്ങും. അങ്ങനെ ആളുകൾ ധർമ്മമില്ലാത്തവരാകും. മതമില്ലാത്തത് കൊണ്ട് തന്നെ നാട് മുഴുവൻ കള്ളന്മാരും കൊള്ളക്കാരും റേപ്പിസ്റ്റുകളും ആവും. അങ്ങനെ ഇന്ത്യ തകരും. അത് ശരിയാ, മതമില്ലെങ്കിൽ എല്ലാവരും തെണ്ടികളാവുമല്ലോ. നാട്ടിലെ സെൻട്രൽ ജയിലിൽ മുഴുവൻ കിടക്കുന്ന നിരീശ്വരവാദികളാണല്ലോ. എന്തായാലും ഗംഗയിൽ കളിക്കിയ വൈറസ് എല്ലാവരുടെയും പണി തീർക്കാറായപ്പോൾ സംയുക്ത ചേച്ചി വാക്സിന് വേണ്ടിയുള്ള പണി തുടങ്ങും. അങ്ങനെ ചേച്ചി തന്നെ ആ ബയോഷീൽഡ് കുത്തിവെച്ച് നോക്കുന്നു. സർപ്രൈസ്, ചേച്ചി ചത്തില്ല. അങ്ങനെ എവിടുന്നോ വന്ന വൈറസിന് വേറെ എന്തിനോ വേണ്ടി ഉണ്ടാക്കിയ ബയോഷീൽഡ് കറക്റ്റ് മാച്ച് ആവും. സോൾമേറ്റ്സ്. പക്ഷെ അത് അവരുടെ പ്ലാൻ തകർക്കുമെന്ന് മനസ്സിലാക്കിയ വില്ലൻ ഗ്യാങ് റിസർച്ച് സെന്റർ അറ്റാക്ക് ചെയ്ത് സംയുക്ത ചേച്ചി അങ്ങ് കാച്ചും. എന്തായാലും അവിടുന്ന് ആ വാക്സിനുമായിട്ട് ഇറങ്ങി ഓടുന്ന ബാലയ്യയുടെ മോളെ വില്ലന്മാര് ചേസ് ചെയ്യുന്നു. കൊച്ചു ഓടി ഹിമാലയത്തിന്റെ തുമ്പത്തെത്തുന്നു. അവിടെ നിന്നുള്ള കൊച്ചിന്റെ കരച്ചിൽ കേട്ട ശൂലംകുത്തി ബാലയ്യ അങ്ങനെ റൈസ് പൊളിച്ച് വെളിയിൽ വന്ന് വയറിളകി പോലെ ആളുകളെ കൊല ചെയ്യുന്നു. കൺകണ്ടത് നിജം, ഇനി കാണാൻ പോകുന്നത് തജ്ജം തകജം. ഇന്റർവെൽ വരെയുള്ള 10 വില്ലന്മാര് പോരാന്നും പറഞ്ഞ് ഇന്റർവെലിന് ശേഷം വേറൊരു വില്ലനെ കൂടെ കൊണ്ടുവരും. ഒരു ഒറ്റ കണ്ണൻ മന്ത്രവാദി. കുപ്പിന്ന് വന്ന ഭൂതനെ പോലെ അങ്ങേരി മാമനോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കും. നിന്റെ അച്ഛനെ കൊന്നത് ആരാണെന്ന് അറിയാമോ? ഇല്ല. ഞാൻ ആരാണെന്ന് അറിയാമോ? ഇല്ല. ഞാനും നിന്റെ അച്ഛനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയാമോ? കിറുക്ക് പിടിച്ചോനെ ഒന്നേ തെരിയാന്ന് சொல்றேன், அதுக்கப்புறம் என்னோட நொட்ட கேள்வி. അപ്പോൾ ഇങ്ങേറെ ഫ്ലാഷ് ബാക്ക് എന്താണെന്ന് വെച്ചാൽ വലിയ വിശ്വാസിയായിരുന്ന അധർമ്മത്തിന്റെ പാതയിൽ പൊക്കൊണ്ടിരുന്ന മന്ത്രവാദി സാറിനെ ബാലയെ ഭ്രാന്ത് പിടിച്ച വിത്തകളായ പോലെ കയറി വന്ന് കണ്ണടിച്ച് തെറപ്പിച്ച് ശൂലത്തെ കുത്തിയെടുത്ത് തീയിലിട്ട് പൊരിച്ചെടുത്തു. ഇതിലിപ്പോൾ ആർക്കാ കൂടുതൽ ഭ്രാന്തെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു സൈഡിൽ നാട് നീളം ചെന്ന് ഹൈന്ദവ ധർമ്മത്തെ പറ്റി ക്ലാസ് എടുക്കുന്ന ശൂലം കുത്തി, മറുഭാഗത്ത് തെറിച്ചു പോയ കണ്ണും പൊത്തിപ്പിടിച്ച് പുതച്ചു പൂണ്ടി ജീവിക്കാതെ വീണ്ടും ചെന്ന് കയറി കൊടുക്കുന്ന മന്ത്രവാദി. മന്ത്രവാദിക്ക് ഡ്രാക്കുള ചാത്തന്മാരെ പുതപ്പിനുള്ളിൽ ഒളിപ്പിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ശൂലം കുത്തിക്ക് തെറിച്ചു വീണ ഹെലികോപ്റ്റർ റോഡർ പിടിച്ചു നിർത്തി കറക്കാൻ അറിയാം. Havells BLDC Plus ഫാനുകൾ, ഇന്നോവേറ്റീവ് ടെക്നോളജി, സ്റ്റണ്ണിംഗ് ഡിസൈൻസ്, എനർജി എഫിഷ്യന്റ് റേഞ്ച്. Havells BLDC Plus ഫാനുകൾ കാറ്റ് മാറി വീശും. പിന്നെന്താ, വെറി പിടിച്ച് വന്നതല്ലേ, വെറും കൈയോടെ മടക്കുന്നത് മര്യാദയല്ലല്ലോ. അതുകൊണ്ട് ശൂലം കുത്തി അടി അങ്ങോട്ട് തുടങ്ങും. പക്ഷെ മന്ത്രവാദിക്ക് മാത്രം പ്രത്യേക ഹാർട്ട് മോണിറ്ററിംഗ് അടിയാണ്. അതായത് ഗത കൊണ്ട് കുത്തിയെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാപ്പരോപ്പരാന്ന് പറഞ്ഞ് അടിക്കും. എന്നിട്ട് വീണ്ടും നെഞ്ചത്ത് ചെവി വെച്ച് നോക്കും, വല്ലതും കേൾക്കുന്നുണ്ടോന്ന് അറിയാൻ. പക്ഷെ ഇതേ സമയത്ത് നമ്മുടെ ബാലയ്യയുടെ 55 വയസ്സുള്ള അമ്മ മരിച്ചു. കൊള്ളി വെക്കാൻ പോകാൻ പറഞ്ഞിട്ട് ശൂലം കുത്തി പോവില്ലെന്ന് ഒരേ വാശി. അവസാനം ശിവൻ നേരിട്ട് ശൂലം കുത്തിയുടെ രൂപത്തിൽ വന്ന് ചിതയ്ക്ക് തീ വെച്ചിട്ട് പോകും. പക്ഷെ ആവിയായ അമ്മച്ചി ശിവനെ പിടിച്ചു നിർത്തി 4 ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങേര് പറയും ശൂലം കുത്തി ബിസിയാണ്, അതുകൊണ്ട് ഞാൻ വന്നു എന്ന്. അല്ല, എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക, ശരിക്കും തിരിച്ചല്ലേ വരേണ്ടത്? എന്തായാലും ശൂലം കുത്തി കൊടുക്കാൻ ശത്രുരാജ്യത്തിന്റെ ഹെഡ് ഓഫീസിൽ കയറി ചെന്നിട്ട് അടി അങ്ങോട്ട് തുടങ്ങും. കാര്യം ടാങ്കർ ലോറിൽ തൈലോട്ടി കയറി വരുന്നതും മെഷീൻ കണ്ണ് ശൂലം വെച്ച് കൺട്രോൾ ചെയ്യുന്നതൊക്കെ പീക്ക് കഞ്ചാവേടിയാണെങ്കിലും ഇനി ശൂലം കുത്തി മനുഷ്യരെ തന്നെ അടിക്കുന്നത് കാണിച്ചു കഴിഞ്ഞാൽ ഒരു ത്രില്ലില്ലെന്ന് മനസ്സിലാക്കിയ ബോയപ്പാട്ടിക്കാരെ അവതരിപ്പിക്കുന്ന പുതിയ ഐഡിയ റോബോട്ടുകളുമായിട്ടുള്ള അടി. ആര് വന്നാലും നമുക്ക് എന്ത് കണ്ടി, ശൂലം ഉള്ളിടത്തോളം കാലം കാറ്റിന് ഒരു കുറവുണ്ടാവില്ല. അങ്ങനെ ഇന്ത്യയിലെ ഹൈന്ദവ വിശ്വാസത്തെ നശിപ്പിക്കാൻ ശ്രമിച്ച എല്ലാ എണ്ണത്തിനും തൂത്തുവാരി അടിച്ച് ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ ശൂലം കുത്തി വീണ്ടും കൈലാസത്തിലേക്ക് മടങ്ങുന്നു. ഇതിനിടയ്ക്ക് മറ്റേ സംയുക്ത ചേച്ചി വടിയാവാൻ കാരണമായ വാക്സിൻ വൈറസ് ബാധിച്ച് എല്ലാവരെയും രക്ഷിക്കുന്നു. അങ്ങനെ എഴുന്നേറ്റവരൊക്കെ വീണ്ടും ചെന്ന് അമ്പലം തുറന്ന് പൂജ ചെയ്യുന്നു. ആഹാ, ഇതാണ് BJP സ്വപ്നം കണ്ട ഇന്ത്യ. എന്തൊരു കിടിലം പടമാണല്ലേ. പക്ഷെ ബാലയ്യ കണ്ട കിനാശ്ശേരി അല്ല, നാട്ടുകാർ കണ്ട ചങ്ങനാശ്ശേരി. അവർ നല്ല അന്തസ്സായിട്ട് പടം 16 നിലയിൽ പൊട്ടിച്ചു കൊടുത്തു. അല്ലെങ്കിലും നീയൊന്നും എന്നെ അർഹിക്കുന്നില്ലടാ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ രവിതേജ സാറിനെ യൂണിവേഴ്സിലേക്ക് കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും ആറിയ കഞ്ഞി പഴകഞ്ഞി ആയതുകൊണ്ടാണ് പിന്നെ അത് എടുക്കാതിരുന്നത്. എനിക്കാണെങ്കിൽ പിന്നെ തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും ഒരു മാസ് ഐറ്റം കൊണ്ട് വരണമെന്നായിരുന്നു ആഗ്രഹം. എൻ്റെ സമയം കൊള്ളാവുന്നതുകൊണ്ടാണ് ബാലയ്യെ കൈ കിട്ടിയത്. പക്ഷേ ഇതൊന്നും അല്ലായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. ഞാൻ കുറച്ചുകൂടെ ഒരു കിടിലൻ ഐറ്റമായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്, ഒരു ചലഞ്ചിങ് ഐറ്റം.
Ha 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 ha!